ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു മധുരം എന്നൊക്കെ പറയാം. ഇപ്പോൾ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നാളെ ക്രിസ്മസ് ആയി. ക്രിസ്മസിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീ പോലും കത്തിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒട്ടും തീ നമുക്ക് കത്തിക്കേ വേണ്ട. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 10 മുതൽ ഒരു 12 വരെയുള്ള ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് എടുക്കാം. ഇപ്പം ഞാനിത് പാർലിജി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആരോ റൂട്ട് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ്. പക്ഷെ ശരിക്കും ആരോ റൂട്ടല്ല, ഇവിടെ കിട്ടുന്ന ആരോ റൂട്ടിൻ്റെ ഒക്കെ ഒരു ചായ ഉള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് മിക്സിക്കകത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു കണക്കിന് ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. പിന്നെ ഇത് 2 തരം ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഇത് വളരെ ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, ചിലവർക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിത് ഒരുവിധം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ, ഇത് സോൾട്ടഡ് അല്ല അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഉരുക്കി ഇതിനകത്തോട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ ഇനി ഈ ഒരു ബിസ്ക്കറ്റും അതുപോലെ ബട്ടറും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുമോ, കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്ലാസ്സിലാണ്. അപ്പോൾ അതും ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കത് ഏത് പാത്രത്തിലും വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നനഞ്ഞ് വരണം ബിസ്ക്കറ്റ്. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൽ വേണ്ടുന്ന ക്രീം നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഇവിടെ 300 ml ഫ്രഷ് ഡബിൾ ക്രീമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പല പൗഡറായിട്ട് ഇത് കിട്ടും, വിപ്പിംഗ് ക്രീം ആയിട്ടൊക്കെ കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ക്രീം എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് ഇന്ന് വിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വിപ്പ് ചെയ്യുന്നതിനേക്കാളും മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും ഫ്രീസറിനകത്തൊന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി സമയം എടുക്കും. അപ്പം ഞാൻ എന്താണെങ്കിലും ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 1 മിനിറ്റോളം ഞാനൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട, ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട. അതിന് പകരം പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഞാൻ ഇന്നിപ്പോൾ ഇത് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും രണ്ടും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. പിന്നെ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് വാനില എസൻസ് ആണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുക. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് തട്ടാതെ കുറേശ്ശെ ചേർത്തിട്ട് വേണം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഞാനൊന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ ക്രീം. കണ്ടോ, നല്ല എന്താ പറയുക, ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കാൻ തോന്നും. വളരെ ടെംപ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മളിതൊന്നൊരു പുഡിംഗ് ആക്കിയിട്ട് എടുക്കാൻ പോവല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പുഡിംഗ് സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ് ജാറിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ. അപ്പോൾ ഇതൊരു സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പല ലെയറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ലെയറിൽ ഈ ഒരു ബിസ്ക്കറ്റും ബട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തത് ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയറായിട്ട് ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ എങ്ങാനും മതി. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്തോറും അത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും. അതിങ്ങനെ അവിടേക്ക് ഒന്നും ഇളകി മറിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബട്ടറൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ ഒരു ലെയർ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ കോൺഫ്ലേക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് ഒന്ന് കയ്യിലെടുത്ത് ചെറുതായിട്ട് പൊടിച്ചിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്രീം നമുക്കൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിന്നിവിടെ ഒരു ലെയർ ക്രീം ഇപ്പം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. പൈപ്പിംഗ് ബാഗിന് പകരം നമുക്ക് നിങ്ങൾ മിൽമൊക്കെ പാല് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കിതുപോലെ ഒന്ന് നിറച്ച് ഇത് ഒരു പൈപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി ഇതാ അടുത്തൊരു ലെയറായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്, ഇത് കാണുമ്പോൾ ജെല്ലിയൊക്കെ പോലെ തോന്നും, പക്ഷെ ജെല്ലി അല്ല. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക വീടുകളിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലുണ്ടാവുന്ന ജാമാണ്. അത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ജാമാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് ജാമാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. പൈനാപ്പിൾ ആവാം, അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആവാം, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ലെയർ ജാം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ അത് അല്പം കൂടെ ബിസ്ക്കറ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട് ഒരു ലെയർ, പിന്നെ അത് പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊക്കെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഇഷ്ടമുള്ളവർക്ക് ഓട്സ് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ അതൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇടയ്ക്ക് ഈ മധുരത്തിൻ്റെ കൂടെ ഓട്സും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഇനി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഫ്രൂട്ട്സ് ഒരു ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഇനിതാ ഞാനിത് ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലെയർ ക്രീം, ഒരു ലെയർ ഈ ഒരു സ്ട്രോബെറി ജാമും, പിന്നെ ഒരു ലെയർ ബിസ്ക്കറ്റൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ഒരുവിധം ലെയറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു നിങ്ങൾക്ക് ജെല്ലിയൊക്കെ ഇഷ്ടമാണ്, ഞാൻ അതും പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ കയ്യിൽ ജെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ജെല്ലി ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ക്രീം. ഞാനിവിടെ വേറെ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം, ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ നടുക്കൊരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ടാണ് അതിന് ചുറ്റും ഇതേപോലെ ഒന്ന് ക്രീം ഇട്ടിട്ടുണ്ട്. പിന്നെ ആ നടുക്കുള്ള നമ്മൾ എംറ്റി ആയിട്ടുള്ള സ്പേസിൽ കുറച്ച് ജാം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചെറിയൊക്കെയാണ് വെക്കുക, എന്നാൽ ചെറിയൊക്കെ വെക്കുന്നതിന് പകരം ജാം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് പൊടിച്ച ബിസ്ക്കറ്റ് ഞാൻ ഈ ഒരു ജാമിൻ്റെ മേലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് നടുവേ മുറിച്ചിട്ട് അതും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ക്രിസ്മസിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.